വസല്ല അലാ സയ്യിദിന മുഹമ്മദ് വഅലാ സയ്യിദിന മുഹമ്മദ്. ഇപ്പോൾ പറയുന്നത് അൽ ഹയാത്തുൽ അറബിയ അൽ ജാഹിലിയ, ജാഹിലി കാലത്തെ അറബ് ജീവിതം. ഇപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ പറയാൻ പോകുന്നത് അതിൻ്റെ ജിയോഗ്രഫി, ഭൂപ്രദേശ സംബന്ധമായ ഭൗമശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ജോഗ്രാഫിയത്തുൽ ജസീറ അൽ അറബിയ, അറബ് പെനിൻസുലയുടെ ജിയോഗ്രഫി എന്ന് പറയുന്നത് മുഅ്ളമുഹ സഹ്റാഉ, ഇതിൽ നിന്ന് കിട്ടുന്ന വൽഹാസിൽ ആകത്തുക എന്താണെന്ന് വെച്ചാൽ അത് മിക്കതും മരുഭൂമിയാണ്. അതൊരു പോയിൻ്റായി നോട്ട് ചെയ്തോ. ഷിബുഹുൽ ജസീറത്തിൽ അറബിയത്തി, അറേബ്യൻ പെനിൻസുല എന്നത്. അപ്പോൾ ഇവിടെ ഷിബുഹുൽ ജസീറ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അത് ഷിബുഹ് എന്ന് പറഞ്ഞാൽ സാദൃശ്യമാകുന്നതെന്നല്ല അർത്ഥം. അപ്പോൾ എന്താ വെച്ചാൽ ഇംഗ്ലീഷിൽ പെനിൻസുല എന്ന വാക്കിൻ്റെ അർത്ഥം ഓൾമോസ്റ്റ് എൻ ഐലൻഡ് എന്നാണ്. അതായത് ഒരു ദ്വീപിനോട് സാദൃശ്യമുള്ളത്, ദ്വീപ് പോലെയുള്ളത്, ദ്വീപ് പോലെ ആകാറായിട്ടുള്ളത് എന്നാണ്. കാരണം ദ്വീപ് എല്ലാ ഭാഗത്തും 4 ഭാഗവും അല്ലെങ്കിൽ ചുറ്റും വെള്ളം കൊണ്ട് വലയം ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ദ്വീപ് പോലെയുള്ളതെന്ന് വെച്ചാൽ 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭൂപ്രദേശത്തിനാണ് എന്താ പറയുക, പെനിൻസുല എന്ന് പറയുക. അതായത് അത് ഐലൻഡല്ല, ഐലൻഡ് പോലെയുള്ളതാണ്. അപ്പോൾ അൽ ജസീറ എന്ന് പറഞ്ഞാൽ ദ്വീപ്. അപ്പോൾ ദ്വീപ് പോലെയുള്ളത് എന്നർത്ഥത്തിന് പെനിൻസുല ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ നേരെ തർജ്ജമയാണ് അറബിയിലേക്ക് ചെയ്തത് ഷിബുഹുൽ ജസീറത്തിൽ അറബിയ, അറേബ്യൻ പെനിൻസുല. അതെന്താണ്? വാസിഅത്തുൽ അർജായി, അത് അതിൻ്റെ ഭാഗങ്ങൾ വിശാലമായതാണ്. മുംതദ്ദത്തുൽ അൻഹായി, അതിൻ്റെ അതിർവരമ്പുകൾ നീളമായതാണ്. ഈ അർജാ റജുവിൻ്റെ ജമാണ്, അൻഹാ നഹുവിൻ്റെ ജമാകണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് മുത്തറാദിഫായ പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഭാഗങ്ങൾ, പാർശ്വങ്ങൾ, അതിർത്തികൾ, ഡയറക്ഷൻ, ജിഹത്ത്, ഇങ്ങനെയുള്ള അർത്ഥത്തിനുള്ള വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വമിൻഹുന, ഇവിടെ വെച്ചാണ്, അതായത് ഇക്കാരണത്താലാണ് തഫാവത്ത മുനാഹുഹ, ജസീറത്തുൽ അറബിൻ്റെ കാലാവസ്ഥ വളരെ വ്യത്യാസപ്പെട്ടത്. ബിദറജത്തിൻ കബീറ, വലിയൊരു തോതിൽ അല്ലെങ്കിൽ വലിയൊരു എക്സ്റ്റെൻറ്റ് വരെ, ടു എ ഗ്രേറ്റ് ഡിഗ്രി. ഉമ്മുഅളമു ഷിബിഹിൽ ജസീറത്തുൽ അറബിൻ്റെ മിക്ക ഭാഗവും സഹ്റാഉൻ മുഖ്ഫിറത്തുൻ, വിജനമായ മരുഭൂമിയാണ്. അലർ റഗ്മി മിൻ ഇഹാത്തതിഹ ബിൽ മിയാഹി, അത് വെള്ളത്താൽ ചുറ്റപ്പെട്ടതായിരുന്നിട്ട് പോലും. മിൻ ജവാനിബ സലാസ, 3 ഭാഗങ്ങളാൽ, 3 ഭാഗങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടതായിരുന്നിട്ട് പോലും. ഒത്തർത്തഫിഉ, ഉയർന്നതാകും, ഉയർന്നു നിൽക്കും. വസ്തഹ, അതിൻ്റെ മധ്യത്തിൽ. ഹദ്ബത്തു നജിദിൻ, നജിദ് പീഠഭൂമി. എങ്ങനെയുള്ളതാണ് പീഠഭൂമി എന്ന് പറഞ്ഞാൽ? ഉയർന്ന് നിൽക്കുന്ന ഭൂപ്രദേശമാണ്. ഷാത്തിറത്തൻ, ആ നജിദ് ഹദ്ബത്തു നജിദ്, അതായത് ആ പീഠഭൂമി, നജിദിയൻ പീഠഭൂമി എന്ത് ചെയ്യും? ഷാത്തിറത്തൻ, അത് പകുതിയാക്കും, അതായത് പിളർത്തും. അൽ ജസീറത്തെ, ജസീറത്തിനെ ഷത്രൈനി, 2 ഭാഗങ്ങളായിട്ട്, 2 പകുതികളായിട്ട്. ഫഇലൽ ഗർബി, അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, മിനൽ ജസീറത്തി, ജസീറത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട്. വബി മുവാസാത്തിൽ ബഹ്റിൽ അഹ്മരി, ചെങ്കടലിനോട് നേരെയായിട്ട്. തംതദ്ദു, നീണ്ടു പോകും. സിൽസിലത്തു ജിബാലിൽ ഹിജാസി, ഹിജാസിയൻ മലനിര, പർവ്വതനിര. എങ്ങനെയുള്ളത്? അല്ലത്തി സുമ്മിയത് ബിദാലിക്ക, ആ പേര് കൊണ്ട് അത് അറിയപ്പെട്ടു. എന്ത്? ഹിജാസ് എന്നറിയപ്പെട്ടു. ലി അന്നഹ തഹ്ജിസു ബൈന തിഹാമത്ത ഫിൽ ഗർബി, പടിഞ്ഞാറ് ഭാഗത്തുള്ള തിഹാമയുടെ ഇടയിൽ അതെന്തായി എന്ത് ചെയ്യും? മറയായി നിൽക്കും. നജിദിൻ, നജിദിൻ്റെ ഇടയിലും ഫിഷർക്കി, കിഴക്ക് ഭാഗത്തുള്ള. നതീജത്തൻ, ഫലമായി. ലിംതിദാദി സിൽസിലത്തി ജിബാലിൽ ഹിജാസി, ഹിജാസിയൻ പർവ്വതനിര നീണ്ടത് കാരണമായിട്ട്, അതിൻ്റെ ഫലമായിട്ട്. ബി മുഹാദാത്തി സാഹിലിൽ ഗർബി, പടിഞ്ഞാറൻ തീരത്തിനോട് നേരെ ഹിജാസിയൻ പർവ്വതനിര നീണ്ടു നിന്നതിൻ്റെ ഫലമായിട്ട്. ഫഖദ് അദ്ഹ വസ്തുൽ ജസീറത്തി, ജസീറയുടെ മധ്യമായി. സഹ്റാ, ഓക്കെ, അത് മരുഭൂമിയായി. ഖാഹിലൻ, വളരെ വരണ്ടതായ, സസ്യലതാദികളൊന്നും മുളക്കാത്ത. എങ്ങനെയുള്ളത്? യന്തുറു സുക്കൂത്തുൽ മത്തരി, മഴ പെയ്യൽ വളരെ അപൂർവമാകും. ഫൗഖഹു, അതിൻ്റെ മേലെ. അങ്ങനെയുള്ള ഒരു മരുഭൂമിയായി മാറി അക്കാരണത്താൽ. വതഹുബ്ബു അലൽ ജസീറത്തി, ജസീറയുടെ മേൽ അടിച്ചു വീശും. റിയാഹുൻ, കാറ്റുകൾ. എങ്ങനെയുള്ള കാറ്റുകൾ? തത്തസിമു, അവ അറിയപ്പെടും. വസമ യസിമു, വസ്മൻ എന്ന് പറഞ്ഞാൽ അടയാളമാണ്. അപ്പോൾ അതിൻ്റെ ഇഫ്താല ബാബാണ് ഇത്തസമ എത്തസിമു. അപ്പോൾ അത് അറിയപ്പെട്ടതാകും അല്ലെങ്കിൽ വിശേഷണമുള്ളതാകും. മുഅ്ളമുഹ, ആ കാറ്റുകളിൽ മിക്കതും. ബിൽ ഖസ്വത്തി, കാഠിന്യം കൊണ്ട്. വലാ സിയമ, പ്രത്യേകിച്ചും. ഫി ഫസ്ലി ഷിത്തായി, ശൈത്യകാലത്ത്. എങ്ങനെയുള്ള ശൈത്യകാലം? അല്ലദീ യത്രുക്കുൽ അർദ, അത് ഭൂമിയെ ആക്കിവിടും. മുജ്ദിബത്തൻ എന്ന് വെച്ചാൽ വരണ്ടതാക്കും അല്ലെങ്കിൽ വരൾച്ച ഉള്ളതാക്കും. വയൻ അദിമുൽ മാഉ, വെള്ളമില്ലാതാകും. വൽ കലഉ,
സസ്യലതാദികളും ഇല്ലാതാകും. വയഹ്ലിക്കു നശിക്കും സറ കൃഷി നശിക്കും. ദറ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ. ഇവിടെ കന്നുകാലികൾ എന്ന് അർത്ഥം എടുക്കാൻ കാരണം ശരിക്കും ദറ എന്ന് പറഞ്ഞാൽ അകിടാണ്. അപ്പോൾ അകിടുള്ള ജീവി എന്ന് വെച്ചാൽ കന്നുകാലികൾ. അപ്പോൾ ബാദിനെ പറഞ്ഞ് കുല്ലിനെ ഉദ്ദേശിച്ചതാണ്. വലമ്മ കാന അഗ്ലബു ഷിബ്ഹിൽ ജസീറത്തി, അറേബ്യൻ പെനിൻസുലയിൽ ഭൂരിഭാഗം ആയപ്പോൾ കാഹിലൻ വരണ്ടതായി, കാനത്തിൽ മിയാഹു അല്ലെങ്കിൽ ഉണങ്ങിയതായി, കാനത്തിൽ മിയാഹു വെള്ളമായി, അസീസത്തൻ അസീസത്തൻ ലദഹിം അവരുടെ അടുക്കൽ വീര്യമുള്ളതായി, അതായത് വളരെ റെയറായി, ഇലാ ഹദ്ദിൻ കബീർ അതായത് വളരെ മൂല്യമുള്ളതായി, ഇലാ ഹദ്ദിൻ കബീർ വലിയൊരു പരിധി വരെ, ഫി എങ്ങനെയുള്ള ഹദ്, തക്കൂനുൽ ഹയാത്തു അതിൽ ജീവിതം ഉണ്ടാകും, അതായത് ജീവിതം സാധ്യമാകുന്ന ഒരു പരിധി വരെ അത് വളരെ വീര്യമുള്ളതായി. വൽ ഖബീലത്തുല്ലത്തി തുർസഖു ഖദ്റം മിനൽ മായി വെള്ളത്താൽ എന്തെങ്കിലും ഒരളവ് ഒരു തോത് റിസ്ഖായി നൽകപ്പെടുന്ന ഗോത്രം, തുൻഅമു അത് അനുഗ്രഹീതമാകും, ബിഷൈഇൻ മിനൽ ഇസ്തിഖ്റാരി നിലനിൽപ്പിനാൽ. ഓക്കെ. വഖദ് വഫിറത് ബഅദുൽ മനാത്തിഖി ബിഹാദൽ ഖദ്രി ഈ അളവ് കൊണ്ട് ചില പ്രദേശങ്ങൾ എന്തായിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട്. മസലൻ ഉദാഹരണത്തിന് ബിലാദുൽ യമൻ നാട്, അല്ലത്തി തഹുബ്ബു അലൈഹ റിയാഹു എങ്ങനെയുള്ള നാടാണ്, തഹുബ്ബു അലൈഹ അതിൻ്റെ മേൽ അടിച്ചു വീശും, റിയാഹ് കാറ്റുകൾ എങ്ങനെയുള്ള കാറ്റുകൾ, അൽ മുംതിറ മഴയെ വേയിപ്പിക്കുന്ന. അമ്മ സഹാറ മരുഭൂമിയാകട്ടെ, അല്ലത്തി തത്തസിമു അത് വിശേഷണമുള്ളതാകും, ബിൽ ജഫാഫി എങ്ങനെയുള്ള മരുഭൂമി, അല്ലത്തി തത്തസിമു അത് വിശേഷണമുള്ളതാകും, ബിൽ ജഫാഫി വരണ്ടതാകലുണ്ട്. അപ്പോൾ ഇവിടെ ജഫാഫ്, കാഹിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ മുത്തറാദിഫാണ്. എന്ന് വെച്ചാൽ വരണ്ടതായി, വിജനമായി, സസ്യലതാദികളൊന്നും മുളക്കാത്തതായി, മുഖ്ഫിറായി. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. ഇവിടെ തനവ്വുഇന് വേണ്ടിയാണ്, ഒരു സംസാരത്തിലൊരു പുതുമയും രസവും ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരേ വാക്കുകൾ തന്നെ ഒരേ അർത്ഥത്തിലുള്ള വാക്ക് ആവർത്തിച്ചുപയോഗിക്കുന്നതിന് പകരം അതിൻ്റെ വേറെ ഒരേ അർത്ഥമുള്ള പല വാക്കുകളാക്കി ഉപയോഗിക്കുന്നത്. ആ മാനയിൽ ഖരീബാണ്. ഫ ഇന്നഹ അപ്പോൾ ആ മരുഭൂമിയാകുന്നത്, ലം തുഹറം അത് തടയപ്പെടുകയില്ല, അഹ്യാനൻ ചില അവസരങ്ങളിൽ, മിനൽ മത്തരി മഴയെ തൊട്ട്. എങ്ങനെയുള്ള മഴ, അല്ലതി യതതബ്ബഉഹു അതിനെ അന്വേഷിച്ചു പോരും, അരിആത്തു ഇടയന്മാർ, അതായത് കന്നുകാലികളെ മേയ്ക്കാൻ ഇറങ്ങുന്നവർ. എന്താ കാരണം, ഹൈസു യംബുത്തുൽ കലഉ ആ മഴയുടെ കാരണമായിട്ട് എന്തുണ്ടാകും, സസ്യലതാദികൾ മുളക്കും. അല്ലതി എങ്ങനെയുള്ളതാണ്, തത്അമുഹു അതിനെ ഭക്ഷിക്കും, ഭക്ഷണമാക്കും, മവാഷിഹിം അവരുടെ കന്നുകാലികൾ. മാഷിയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും മാഷിൻ മഷായംഷി എന്ന് പറഞ്ഞാൽ എന്താ, നടക്കുക എന്നാണ്. അപ്പോൾ കാലിൽ നടക്കുന്ന ജീവിയുടെ മേലെ ആ വസ്ഫിനെ എന്ത് ചെയ്ത് ഇത്ലാഖാക്കിയതാണ്. അതായത് ഇഴജന്തുക്കളുടെ മുക്കാബിലയിലാണല്ലോ, അതായത് അതിൻ്റെ ബത്തിനിൻ്റെ മേലല്ല അത് സഞ്ചരിക്കുന്നത്, കാലിൻ്റെ മേലാണ്. അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിലാണ് അങ്ങനെ കാലുകളെ കൊണ്ടിങ്ങനെ സഞ്ചരിക്കുന്ന എല്ലാ ജീവിതത്തിനെയും നമ്മൾ എന്താ പറയുക, മാഷിയത്ത് എന്ന് പറയുക. അപ്പോൾ അതിൽ ആടും പെടും, ഒട്ടകവും പെടും, ഓക്കെ, പശുവും പെടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഇത് സംബന്ധമായ അറാബിയായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണർത്താം ഇൻഷാ അല്ലാ. പിന്നെ അപ്പോൾ അസീസത്ത് എന്ന് പറഞ്ഞാൽ റെയർ എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വളരെ പ്രഷ്യസ് എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ അതായത് കിട്ടാൻ വളരെ എന്താ ദൗർലഭ്യം ഉണ്ടാകുമ്പോൾ വരുന്ന അവസ്ഥയാണല്ലോ. പിന്നെ ബിഷൈഇൻ മിനൽ ഇസ്തിഖ്റാറിൻ്റെ അവിടെ മിൻ ബയാനിയാണ്, അതായത് തുൻഅമു ബിഷൈഇൻ എന്താ പറയുക, ആ ഷെയ് എന്താണ്, ഇസ്തിഖ്റാറാണ്, നിലനിൽപ്പുണ്ട്, സർവൈവലുണ്ട്, അല്ലെങ്കിൽ പിന്നെ സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ വേറൊന്നും വിട്ട് പോയിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ മുഹാദാത്ത്, മുസാവാത്ത്, മുവാസാത്ത് ഇതൊക്കെ മുത്തറാദിഫായ അർത്ഥങ്ങളാണ്. അപ്പോൾ ചില വാക്കുകൾ ഇപ്പോൾ സാറ എന്ന് പറഞ്ഞാൽ രാത്രി പോവുകയാണ്, ദഹബാൻ്റെ അർത്ഥത്തിനാണ്. പക്ഷേ വ്യത്യാസം എന്ന് വെച്ചാൽ പോവുക എന്ന് മാത്രമല്ല, രാത്രി പോവുക എന്നുള്ള അർത്ഥത്തിന്, സറ എന്ന് പറഞ്ഞാൽ സറായശ്രീ എന്ന് പറഞ്ഞാൽ രാത്രി പോവുക എന്നാണ് അർത്ഥം. അപ്പോൾ ദഹബൻ്റെ അർത്ഥമാണ്, പക്ഷെ അതിനും പുറമെ രാത്രി പോവുക എന്ന അർത്ഥം കൂടെ അതിനുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ ഫിൽ ലൈലി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ പോയി എന്ന് നമ്മൾ ഫിൽ ലൈലി എന്ന് കൂടെ ചേർത്താൽ പിന്നെ സറക്ക് എന്താ അർത്ഥം വരുള്ളൂ, ദഹബ എന്നുള്ള അർത്ഥമേ വരുള്ളൂ. കാരണം അത് തജ്രീദിൻ്റെ ബാബിൽ പെട്ടതാണ്. അപ്പോൾ റാഹ ഫിൽ മസായി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വൈകുന്നേരം റാഹക്ക് ദഹബ എന്നുള്ള അർത്ഥമാണ് വരിക.